എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കൊരു വട്ടയപ്പം ഉണ്ടാക്കാൻ പോവാണേ. അതിനായിട്ട് അര ഗ്ലാസ് വെളുത്ത അവലെടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പിന്നെ അവലാണ് അത് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം കളഞ്ഞ് അതിലേക്ക് 1 ഗ്ലാസ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ഗ്ലാസ് തേങ്ങ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരയ്ക്കുന്ന പാകത്തിൽ നിന്ന് ആക്കിയെടുക്കാം. പത്തിരിപ്പൊടി വറുത്തതല്ല, പച്ച പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരി വെള്ളത്തിലിടാതെ തന്നെ കുതിർക്കാതെ പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് നമുക്കൊരപ്പം തയ്യാറാക്കാം. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അവലിന് പകരം ഒരു തവി ചോറ് ഉപയോഗിച്ചാലും മതിയാവും. ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല മയത്തിൽ അരച്ചെടുക്കണം. അതിലേക്ക് വട്ടയപ്പം അല്ലേ, ആവശ്യമുള്ള മധുരം ചേർക്കാം. ഞാൻ ഇതിന് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് കൂടുതൽ മധുരം വേണമെങ്കിൽ അത് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പാകത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അവലെടുക്കുമ്പോൾ വെളുത്ത അവലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അപ്പത്തിന് മയം കാണും. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുകയാണ്. ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കണം. എങ്കിലേ അതിനുള്ള നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പത്തിന് മയമൊക്കെ ഉണ്ടാവുള്ളൂ. ഈസ്റ്റും ഇതുമെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരളവിൽ നമുക്ക് 2 വട്ടയപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇതിനെയൊരു അടച്ചു വെച്ച് 2 മണിക്കൂർ വെച്ചിരിക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ടോ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പ്ലേറ്റോ എന്തായാലും മതി. അതിലേക്ക് അല്പം എണ്ണയോ നെയ്യോ തൂത്ത് കൊടുക്കുക. അതിൻ്റെ പാത്രത്തിൻ്റെ പകുതി ഭാഗത്തോടെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇതിൽ വട്ടയപ്പം ഉണ്ടാക്കാനൊക്കെ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് താഴത്തെ തട്ട് വെച്ച് കൊടുക്കാം. സ്റ്റീമർ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിൻ വെച്ച് കൊടുക്കുക. നല്ല ആവി വന്നതിന് ശേഷം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൽ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. നമ്മുടെ അപ്പമെല്ലാം വട്ടയപ്പം കറക്റ്റ് വെന്തിരിക്കും. അപ്പോൾ എന്തോന്നറിയാനായിട്ട് ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്നുകൊണ്ട് ഇതുപോലെ കുത്തി നോക്കിയാൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് വെന്തോന്ന് അറിയാം. അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ട് തണുത്ത് വരുമ്പോൾ ഇത് കണ്ടില്ല, പാത്രത്തിൽ തന്നെ വിട്ടു വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം ഇതുപോലെ തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.